അഗ്നിശോധനയിൻ നടുവിൽ ഞാൻ തളർന്നു പോകാതെ, അഗ്നിശോധനയിൻ നടുവിൽ ഞാൻ തളർന്നു പോകാതെ, സാന്ത്വനമാം തിരുമൊഴികൾ എന്റെ ഉള്ളത്തെ തണുപ്പിക്കയാൽ, സാന്ത്വനമാം തിരുമൊഴികൾ എന്റെ ഉള്ളത്തെ തണുപ്പിക്കയാൽ. കൃപമതിയെ തിരുകൃപമതിയെ തവ സ്നേഹവും കരുണയും മതിയെനിക്ക്, തിരുകരങ്ങളിൽ ഞാൻ ദിനം ചാരിടുവേ. തിരുമാർവിടം എനിക്കു മറവിടമാ, തിരുമാർവിടം എനിക്കു മറവിടമാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവർ കാറ്റിന് മുൻപിലെ പതിർ പോലെയാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. ഈ വാക്യത്തിൽ ദാവീദ് തൻ്റെ ശത്രുക്കളെ കാറ്റിനാൽ പതിർ പോലെ ഓടിച്ചു കളയുന്നതായി വിവരിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ശത്രുക്കളെ ശക്തിയായി ചിതറിച്ച് ഓടിക്കുന്നു. ഇവിടെ തൻ്റെ എതിരാളികളെ ചിതറിക്കുവാനും പരാജയപ്പെടുത്തുവാനും ദൈവീയ ഇടപെടൽ ദാവീദ് ആവശ്യപ്പെടുന്നു. പതിർ മാറ്റിക്കളയുന്ന ശക്തിയായ കാറ്റുപോലെ അന്യായമായി തങ്ങളെ ആക്രമിക്കുന്നവരിൽ നിന്ന് സംരക്ഷണം തേടി ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. പതിരും കർത്താവിൻ്റെ ദൂതനും പോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ശത്രുക്കളെ കീഴടക്കുവാൻ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിനുള്ള ദാവീദിൻ്റെ ആഗ്രഹത്തെ ഊന്നി പറയുന്നു. പ്രിയ സ്നേഹിതരെ, ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കളെ നിന്റെ ദൂതനെ അയച്ച് ഓടിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.